സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ കനക്കും. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഗോപാൽ ശീലാസനൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ഗോപാൽ, എത്ര ദിവസമാണ് നമ്മൾ മഴ പ്രതീക്ഷിക്കുന്നത്? എവിടെയൊക്കെ ജാഗ്രത വേണം? ഏതൊക്കെ ജില്ലകളിൽ യെല്ലോ അലർട്ട്? ഇന്ന് നിലവിൽ 4 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ സമാനമായ രീതിയിൽ തന്നെ 3 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ 3 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. അതും യെല്ലോ അലേർട്ട് തന്നെയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിൻ്റെയും മധ്യകിഴക്കൻ അറബിക്കടലിൻ്റെയും മുകളിൽ സ്ഥിതി ചെയ്യുന്ന 2 ന്യൂനമർദ്ദ പാത്തികളും കേരള തമിഴ്നാട് തീരത്തിന് മുകളിലായി കാണപ്പെടുന്ന 2 ചക്രവാത ചുഴികളും കേരള തമിഴ്നാട് തീരത്തിന് മുകളിലായി കാണപ്പെടുന്ന ഒരു ന്യൂനമർദ്ദ പാത്തിയുമാണ് ഇപ്പോൾ മഴ കനക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി സൂചിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തരത്തിലേക്കുള്ള ശക്തമായ കാറ്റും അതിനോടൊപ്പം തന്നെ ഇടിമിന്നലിൻ്റെയും സാധ്യതകൾ പ്രവചിക്കുന്നുണ്ട്. 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന നിർദ്ദേശം കൂടിയുണ്ട്. കാരണം ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അപകട സാധ്യത ഏറെയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന കർശന നിർദ്ദേശം തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതിനോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകിയിരിക്കുന്നത്. അതേസമയം 26-ാം തീയതിയോടുകൂടി തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തും എന്നാണ് അറിയിച്ചിരുന്നത് എങ്കിൽ പോലും കാലവർഷക്കാറ്റിൻ്റെ ശക്തി ദുർബലമായതോടുകൂടി തന്നെ ഇന്ന് കാലവർഷം എത്തില്ല. ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി എടുക്കും കാലവർഷം എത്താൻ എന്നതാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും അപകട സാധ്യത പരിഗണിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രശ്നബാധിത മേഖലയിൽ താമസിക്കുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ള തീരപ്രദേശങ്ങൾ, തിരമാല അടിക്കാൻ സാധ്യതയുള്ള മേഖലകൾ, കൂടാതെ തന്നെ മലയോര മേഖലകൾ, മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സാധ്യതയുള്ള മലയോര മേഖലകൾ, അവിടെയെല്ലാം താമസിക്കുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. ശ്രുതി റോഷി. യെസ്, ഗോപാൽ ശിലാസനലാണ് കാലാവസ്ഥ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത്.